ഹായ്, ഞാൻ ഡോക്ടർ നിഖിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പുതിയൊരു ഇൻവെൻട്രീനെ പറ്റിയിട്ടാണ്. ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രിയിലേക്ക് അടുത്ത ഒരു സ്കാനറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഐറ്ററോ എന്ന് പറയുന്ന കമ്പനിയുടെ ലൂമിന എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ലൂമിന ഐറ്ററോ എന്ന് പറയുന്ന കമ്പനിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും 2019 ആദ്യമായിട്ട് ലൂമിന 5D എന്ന് പറഞ്ഞിട്ട് ഒരു വേർഷൻ ഇറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2021 അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് മാത്രമായിരുന്നു വന്നിരുന്നത്. അത് കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷമാണ് ഐറ്ററോ ലൂമിന എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഹാർഡ്വെയറും ആസ് വെൽ ആസ് സോഫ്റ്റ്വെയറും ഇൻകോപ്പറേറ്റ് ചെയ്ത് ടോട്ടലി ന്യൂ ആയിട്ടൊരു സ്കാനർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഈ സ്കാനർ മറ്റ് സ്കാനറിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ സ്കാനറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു ലൂമിനയുടെ തന്നെ ഐറ്ററോയുടെ തന്നെ 5D പ്ലസ് എന്ന് പറഞ്ഞൊരു സ്കാനർ ഞാൻ ഒരു 3 to 4 months ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വാണ്ട് എന്ന് പറയും, ഇതാണ് നമ്മൾ പേഷ്യൻ്റെ വായിൽ ഉപയോഗിക്കുന്ന സാധനം. അപ്പം ഈ വാണ്ടിൻ്റെ കനം 5D പ്ലസിനകത്ത് വളരെയധികം കൂടുതലായിരുന്നു. മാത്രവുമല്ല ഇത് വെയിറ്റും ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം പേഷ്യൻസിന് ലിമിറ്റഡ് ആയിട്ട് തുറക്കാൻ പറ്റുന്ന ആൾക്കാരുടെ വായിൽ 5D പ്ലസ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല അതിൻ്റെ ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയും. ഈ സ്കാനറിന് ആക്ച്വലി 6 ക്യാമറാസ് ആണ് വരുന്നത്. അപ്പം FOV എന്ന് പറയും, ഫീൽഡ് ഓഫ് വിഷൻ. നമുക്ക് ഒരു സെക്കൻഡിൽ തന്നെ എത്ര റേഞ്ച് ഓഫ് ഏരിയ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഫീൽഡ് ഓഫ് വിഷൻ ഈ ഐറ്ററോ ലൂമിനയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ ആസ് വെൽ ആസ് ഹാർഡ് ടിഷ്യൂ സ്കാൻ ചെയ്യുമ്പം നമുക്ക് പ്രിസൈസ് ആയിട്ട് ഇൻ ഡെപ്ത് നമുക്ക് സ്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 5D പ്ലസ്സിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിയറി ടെക്നോളജി എന്ന് പറയും. അതായത് പല്ലിൻ്റെ ഇടയിൽ കേടുകൾ വിത്തൗട്ട് റേഡിയേഷൻ തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇൻ റിയൽ ടൈം നമുക്ക് പേഷ്യനെ കാണിച്ചു കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഡെൻറ്റിസ്ട്രിയിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പേഷ്യൻ്റെ വായ്ക്കകത്തുള്ള കാര്യങ്ങൾ പേഷ്യന് കൃത്യമായി നമുക്ക് കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മിറർ വെച്ചിട്ട് പേഷ്യൻറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത്, അതായത് ഞങ്ങളുടെ മൗത്ത് മിറർ എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് റിഫ്ലക്റ്റ് ചെയ്താണ് സാധാരണ കാണിച്ചു കൊടുക്കുന്നത്. ബട്ട് ഇപ്പം വന്നിരിക്കുന്ന സ്കാനേഴ്സിനകത്ത് പറ്റുമെങ്കിൽ പോലും ഇതും പഴയ സ്കാനറുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മോണരോഗം, അതുപോലെ പല്ലിൻ്റെ ഇടയിലത്തെ കേടുകൾ, ഇതെല്ലാം വ്യക്തമായി പേഷ്യൻറ്റിന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന 3 ഡയമെൻഷനലി റിയൽ ടൈമിൽ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വേണം, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പോസ്റ്റും പ്രീയും ട്രീറ്റ്മെൻറ്റും കാണിക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പം ഇൻവിസിലൈനും ഇതിനകത്ത് ഇൻകോപ്പറേറ്റഡ് ആയത് കാരണം ഇൻ ഫേസ് സിമുലേഷൻ, അതായത് നമ്മൾ പല്ലിൽ കമ്പി ഇടാതെ ക്ലിയർ അലൈനർ ടെക്നോളജി എന്നാണ് അതിന് പറയുന്നത്. അപ്പം ക്ലിയർ അലൈനർ ടെക്നോളജിയിൽ ഒരു ഏറ്റവും ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻവിസിലൈൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ പല്ലിൽ കമ്പി ഇടുന്നതിന് മുമ്പ് എങ്ങനെ ഇരിക്കുന്നു, പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കമ്പി ഇടുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഈ പറയുന്ന ക്ലിയർ അലൈനർ ടെക്നോളജിയിൽ നമുക്ക് ഇതിൽ തന്നെ ഫേസ് സിമുലേഷൻ, അതായത് ക്ലിയർ അലൈനർ ഇട്ട് കഴിയുമ്പോൾ പല്ല് എങ്ങനെ വരും, മുഖം എങ്ങനെ വരും എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് പേഷ്യൻറ്റിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഇത്രയും റീസെൻ്റ് ആയിട്ടുള്ള അഡ്വാൻസസ് ആണ് കൂടുതലായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ മറ്റ് സ്കാനറിൽ നിന്ന് അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റ് സ്കാനറിൽ ഇതിൻ്റെ വാണ്ട് എന്ന് പറയും, ഇതിനൊരു കവർ വരും. ഈ കവർ നമുക്ക് സ്റ്റെറൈലായിട്ടുള്ള കവേഴ്സ് ഐറ്ററോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ പേഷ്യൻറ്റിനും ക്രോസ് കണ്ടാമിനേഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് പെർ പേഷ്യൻറ്റ് നമുക്ക് ഇതിൻ്റെ കവർ മാറ്റാൻ പറ്റും. ഇതിൻ്റെ സ്ലീവ് എന്നാണ് പറയുന്നത്. സ്റ്റെറൈൽ പൗച്ചസിൽ വരുന്ന സ്ലീവ്സാണ്. പെർ പേഷ്യൻറ്റ് നമ്മൾ ഈ സ്ലീവ്സ് ഇട്ടിട്ട്
ആണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും സ്കാൻ ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് കണ്ടാമിനേഷനും സ്റ്റെറിലിറ്റി പ്രോട്ടോക്കോളും വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇതാണ് ഐറ്റിറോ ലൂമിന. താങ്ക് യു.